ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാൻ സാധ്യതയില്ല. കാരണം ഒരു വർഷത്തിൽ താഴെയുള്ളൂ, അങ്ങനെ സാധ്യതയില്ല. അപ്പം അതിനും വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഷൻ സാധാരണഗതി കൊടുക്കാം, എന്നാലും ഒരു വിവാദമൊക്കെ വരാമല്ലോ. സാധാരണഗതി ഇപ്പോൾ ഈ അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കൂലേ, അത് തെരഞ്ഞെടുപ്പും ബാധകമല്ല. അടുത്ത മാസം ഇപ്പം ജൂൺ മാസമാണ്, അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കും. ഇനി കഴിഞ്ഞൊരു വർഷക്കാലത്തിന് പെൻഷന് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല, അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ടൈമുണ്ട്, ആ ടൈമനുസരിച്ച് കൊടുക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി. ആ തെറ്റ് പറഞ്ഞു എന്നുള്ളത് നിലമ്പൂർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. കേരളത്തിലാകെ 62 ലക്ഷം പേരുണ്ട്. കേരളത്തിലാകെ 62 ലക്ഷം പേരുണ്ട്. ആ 62 ലക്ഷം പേരിനകത്ത് അതിലൊരു ശരാശരി ആളുകൾ നിലമ്പൂരിലും വരും. ഇതിനകത്ത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP എന്നൊന്നുമില്ല. സാധാരണക്കാർക്ക് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് വലിയൊരു ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച്. ഒരുമിച്ച് ആ പണം കിട്ടുന്നു, അതെല്ലാം അതിനകത്തുള്ളൂ. അതിനകത്തൊരു തെറ്റായൊരു പ്രയോഗം അദ്ദേഹം നടത്തി. അതിനകത്ത് കിടന്ന് അത് പിടിച്ച് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ശരിയെന്നുള്ളത് ഞാൻ പറയുന്നത്. ശ്രീ KC വേണുഗോപാലിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധം വരും. ഇത് മേടിക്കുന്ന ആൾക്കൊക്കെ പ്രതിഷേധം വരുമല്ലോ, ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്ക്. അത് ആ പ്രതിഷേധം കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെയല്ലേ വരിക. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണ്. അവരോ പെൻഷൻ കൊടുക്കുന്നില്ല, ഇനി പെൻഷൻ കൊടുക്കുന്നവരെ കുറ്റം പറയുകയാണ്, അത് കൈക്കൂലിയാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ബാധിക്കില്ലേ? ബാധിക്കും. ഒരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ ഒരു പുതിയ സർക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വികസന പ്രവർത്തനങ്ങൾക്ക് സംഭാവന വാങ്ങാമെന്ന്. അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അത് എങ്ങനെയാണ്? അല്ല, അത് ഇംപ്ലിക്കേഷനോ? ഏതൊരു കാര്യത്തിനും പരമാവധി ജനങ്ങളുടെ നിന്ന് സംഭാവന മേടിക്കുക, കിട്ടുന്നത് തരിക, ആളുകളിൽ നിന്ന് മേടിക്കുക. സംഭാവന എന്ന് പറഞ്ഞാൽ മനസ്സോട് തരിക. ഇപ്പം തന്നെ നമ്മുടെ തദ്ദേശ വകുപ്പിനൊരു പദ്ധതിയുണ്ട്, മനസ്സോട് ഇത്തിരി മണ്ണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? മനസ്സോട് ഇത്തിരി മണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഭൂമി കൊടുക്കാനുണ്ടാവും, ലൈഫ് പദ്ധതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അത് കൊടുക്കുന്നതാണ് മനസ്സോട് ഇത്തിരി മണ്ണ്. അത്തരം പദ്ധതികൾക്ക് സർക്കാർ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കും. ഒരാളിപ്പോൾ 1 ഏക്കർ ഭൂമി അല്ലെ 10 സെൻറ്റ് ഭൂമി കൊടുത്താൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇപ്പം സാധാരണഗതി കൊടുക്കണം. പക്ഷേ ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികൾ കൊടുക്കുകയാണെങ്കിൽ അതുൾപ്പെടെ ഒഴിവാക്കി. കാരണം വാങ്ങുന്നൊക്കെ ബാധ്യത വരുന്നത്. എനിക്ക് വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കാനാണ് താല്പര്യം. വീടില്ലാത്ത ഒരാൾക്ക് കിട്ടുമ്പോൾ അയാൾക്ക് ആ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പദ്ധതി ഉണ്ട്. ഇനിയായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാം. ഇത് മാത്രമല്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്കൂളുകളിൽ, കോളേജുകളിൽ അതിനകത്ത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ച് ഓരോ സ്ഥലത്തും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോർ ഫണ്ടും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. എല്ലാ സ്കൂളിലും ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടേതായ ഒരു സഹായം ഉണ്ടെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ലേ? അങ്ങനൊരു സ്കൂളിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഓരോ സ്കൂളും മെച്ചപ്പെടുത്തിയ ചില സ്കൂളുകളുമുണ്ട്. ഇതുപോലെ തന്നെ ആശുപത്രികൾ. അപ്പോൾ ഇങ്ങനെ മെച്ചപ്പെടുത്തുന്ന നല്ല പദ്ധതിയാണ്. അത് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുമെന്നൊരു പ്രമുഖമായ പത്രം കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തായാലും നാട്ടുകാർ സംഭാവന കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അത് പൊതുവായ കാര്യത്തിനാണ്. നമ്മുടെ നല്ല റോഡിനോ ആശുപത്രിക്കോ പാലത്തിനോ മാർക്കറ്റിനോ സ്കൂളിനോ ഒക്കെ അത് വരുന്നത് നല്ലതാണ്. നമുക്ക് അല്പം പണമുണ്ട്, അത് നാട്ടിലെ ഒരു നല്ല കാര്യത്തിന് കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും വേണ്ട. നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. CSRും അതുപോലെ തന്നെ. CSR തന്നെ എന്തുകൊണ്ടാണ് വന്നത്? CSR വലിയ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ, അവരുടെ ലാഭം സമൂഹത്തിൻ്റെയും കൂടി പ്രൊഡക്റ്റാണ്. അപ്പോൾ സമൂഹത്തിലൊരു ഉണ്ടാവുന്ന പണത്തിൻ്റെ ഒരു ഭാഗം സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് 2% CSR കമ്പൽസറി ആക്കിയത്. ആ CSR കൊടുക്കുന്നത് പോലെ തന്നെ വ്യക്തികൾക്ക് CSR ഇല്ല. നിങ്ങൾക്കിപ്പം 10 ലക്ഷം രൂപ മാസം കിട്ടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ 1 ലക്ഷം ആയിക്കോട്ടെ, പല ആളുകളുണ്ട്. എനിക്കറിയാം ഈ സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ നടക്കുന്ന ആളുകൾ വളരെ പാവപ്പെട്ടയാണ്, ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്. കൊട്ടാരക്കര ഒരു ടെമ്പോ ഓടിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിന് ടെമ്പോ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പം മക്കളൊക്കെ നല്ല നിലയിലായി. അദ്ദേഹത്തിന് കിട്ടുന്ന മുഴുവൻ വരുമാനവും അദ്ദേഹം അവിടെ ആശ്രയ എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്, അതുപോലുള്ള സൊസൈറ്റികൾക്ക് അതുപോലുള്ള സൊസൈറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. എത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം. വാങ്ങുന്ന ഡീസൽ ചിലവും മറ്റും കഴിഞ്ഞിട്ട് എല്ലാ കിട്ടുന്ന പണവും ഈ പരിപാടിക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടേ? അതെന്തോ വലിയ തെറ്റായിപ്പോയൊരു കാര്യമാണെന്ന് പറഞ്ഞ് വാർത്ത ആക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വാർത്ത കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിസ്റ്റർ, ഈ വയനാട് പുനരധിവാസത്തിന് 700 കോടി രൂപ ജനങ്ങൾ തിരിച്ചെത്തി. സർക്കാർ മരുമോന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടി ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ TV അംഗങ്ങൾ ആരോപണം. ഈ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് മറുപടി പറയാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാ നിയമം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലേ.
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കൂടി നോക്കി അതിൻ്റെയും കൂടി സൂക്ഷ്മ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വയനാട് ഭൂമി എടുത്തേക്കുന്നത്. വയനാട് ഭൂമി എടുക്കുമ്പം ചില നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് വയനാട് പോലൊരു ജില്ലയിൽ എല്ലാം ഒന്നീ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ എസ്റ്റേറ്റുകൾക്കൊക്കെ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്, എസ്റ്റേറ്റുകൾക്ക് നിയമം അനുസരിച്ച്. അപ്പോൾ ഓണർമാർ പോയി, ആ ഓണർമാർ അങ്ങനെ പോയത് നിയമപരമല്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഗവൺമെൻറ് കൊടുത്തേക്കുന്ന എക്സംഷനിൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾക്ക് അത് മൊത്തം എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അത് വേറൊരു വിഷയമാണ്, അത് റവന്യൂ വിഷയമാണ്. പക്ഷേ അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോയിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ആ കേസിൻ്റെ ഡിസ്പ്യൂട്ട് തീരുന്ന എപ്പോഴും ആയിക്കോട്ടെ, നിങ്ങൾ ആ പണം കെട്ടിവെക്ക്. വിതിൻ 24 hours ഫിനാൻസ് അതിന് പണം അനുവദിച്ചത്. ആ പണം കെട്ടിവെച്ചിട്ടാണ് ആ സ്ഥലം എടുത്തത്. അങ്ങനെ സുപ്രീം കോടതി വരെ പോയി ഒരു വലിയ എസ്റ്റേറ്റുകാരുടെ സ്ഥലം കിട്ടാൻ പല സ്ഥലത്തും നോക്കിയിട്ട് എടുത്തതിനെ പറ്റി എന്തെങ്കിലും എല്ലാം പ്രചരണത്തിൻ്റെ ഭാഗമായി പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? അതൊക്കെ പറയുന്ന ആളുകൾ ഓരോ ദിവസവും അങ്ങനെ പറയുമ്പോൾ അവരുടെ അംഗീകാരവും വിശ്വാസം എങ്ങനെയാണെന്ന് നോക്കണം. അല്ലാതെ ഉടനെ ഒരു മരുമോൻ, മുഖ്യമന്ത്രിയുടെ മരുമോൻ എന്നുള്ളത് മാത്രമാണോ പിന്നെ റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെയും CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ അഡ്രസ്സ്? ഈ ഡൽഹിയിൽ തന്നെ എത്രയോ കാലം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു, മറ്റു മേഖലകളിൽ DYFIയും SFI ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വന്ന ഒരാളെ എപ്പോഴും ഇങ്ങനെ മരുമോൻ എങ്ങനെയാണ് ഈ പറഞ്ഞ സുപ്രീം കോടതി വരെ പോയിട്ട് ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ ചെയ്യുന്നതിനകത്ത് എന്താ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണോ? അപ്പോൾ ഇങ്ങനെ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആളുകൾ അവർ തയ്യാറായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിന് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. എന്തായാലും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ആദ്യ പാരഗ്രാഫുകളിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചൂരൽമല ദുരന്തത്തിന് ദുരിതാശ്വാസം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പണം കിട്ടിയിട്ടില്ല. പ്രാഥമികമായി 750 കോടി വേണ്ടി വരുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ആ 750 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ചിലവാക്കും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാലും സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റെക്കോർഡ് സമയത്തിനകം അവർക്ക് താമസിക്കാനുള്ള വീടുകൾ, പ്രത്യേക ആവാസ സംവിധാനങ്ങൾ വേണം. അത് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തു. കെട്ടിടപ്പണി നടക്കുന്നു. ഇത് പലതവണ ഇത് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങളെടുത്തു. ക്യാബിനറ്റിൽ വന്ന് ചർച്ച ചെയ്തു. അങ്ങനെ വരുന്ന കാര്യത്തെ സംബന്ധിച്ച് നല്ലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതിന് 4 കുറ്റം അങ്ങ് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമെന്നും കരുതരുത്. ഈ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിട്ട് അംഗീകരിക്കണം. അതേസമയം കോൺഗ്രസ് പാർട്ടിക്കും UDFനും മറ്റു പാർട്ടികൾക്കൊക്കെ എതിർപ്പുണ്ടാവും ഞങ്ങളോട്. ആ എതിർപ്പ് രാഷ്ട്രീയമായിട്ട് പറയട്ടെ, പോയിന്റ് വെച്ച് പറയട്ടെ. പക്ഷേ ബ്ലാങ്കറ്റായിട്ട് ഈ കാര്യങ്ങൾ ചുമ്മാതില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല ആരായാലും. അത് ഞങ്ങളായാലും പറയാൻ പാടില്ല, അവരായാലും പറയാൻ പാടില്ല.